എബ്രായർ ദൂതൻ നേരിട്ട് വന്ന് നമ്മളോട് പറയാതെ ഇരിക്കുക, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് നമ്മോട് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ സാധ്യമാണോ? ദൈവം കാണുമ്പോൾ നമ്മളോട് പറയുന്നത് മനുഷ്യർ കാണുമ്പോൾ പറയുന്ന വാക്കുകളല്ല. ഹൃദയശുദ്ധിയുള്ള എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാം മറ്റു മനുഷ്യരിൽ നിന്ന് കേൾക്കുന്ന വാക്കുകൾ, നമുക്കൊരു പ്രതീക്ഷയുണ്ട്. ഒരു മനുഷ്യന്റെ അടുക്കൽ വന്നാൽ അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി എല്ലാം വെച്ചുകൊണ്ട് ഇതായിരിക്കും പറയാൻ പോകും. ആ ഒരു എക്സ്പെക്ടേഷനിൽ നമ്മൾ ഇരിക്കുക. പക്ഷെ ദൈവം കടന്നു വരുമ്പോൾ ആ എക്സ്പെക്ടേഷന്റെ അപ്പുറത്തേക്ക് കടന്നതുകൊണ്ട് ദൈവം നമ്മളോട് പറയുക, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സാധ്യതയില്ല എന്ന് 100% ഉറപ്പുള്ള ആ കാര്യം എടുത്തുകൊണ്ട് കർത്താവിനോട് പറയാൻ പറ്റുമോ? യെസ് ലോർഡ്, അത് സാധ്യമാണ്, അതെന്റെ ജീവിതത്തിൽ സാധ്യമാണ്, അതെന്റെ ജീവിതത്തിൽ സാധ്യമാണെന്ന് വിശ്വസിക്കാൻ കഴിയുമോ? ഞാനൊരു ഉദാഹരണം പെട്ടെന്ന് എൻ്റെ മനസ്സിലോർമ്മ എന്ന് പറയാം. നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ അടുക്കൽ ഒരു സർക്കസ് കളിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ നയാഗ്ര വെള്ളത്തിന്റെ അറ്റത്തും രണ്ടറ്റത്തുമായിട്ട് ഒരു കയർ വലിച്ചു കെട്ടി, വലിയൊരു വടം വലിച്ചു കെട്ടി, 2 തൂണുകൾ അപ്പുറത്തും ഇപ്പുറത്തും നാട്ടി. കൂടി വന്നിരിക്കുന്ന ജനസഞ്ചയത്തോട് വിളിച്ചു പറഞ്ഞു, ഞാൻ ഈ അറ്റത്തിൽ നിന്ന് മറ്റേ അറ്റം വരെ നയാഗ്ര വെള്ളച്ചാട്ടത്തിന് കുറുകെ ഞാൻ ഇവിടെ നടക്കാൻ പോകുക, നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. ജനങ്ങളെല്ലാം കൂകി വിളിച്ചു, ആർത്തു വിളിച്ചു, എല്ലാവരും കൈയടിച്ചു, എല്ലാവരും പ്രോത്സാഹിപ്പിച്ചു. ഇദ്ദേഹം നടന്ന് അപ്പുറത്തേക്ക് ചെന്നു. അവിടെ താഴെ നിന്നുകൊണ്ട് അദ്ദേഹം വീണ്ടും ഈ ജനക്കൂട്ടത്തോട് പറഞ്ഞു. അപ്പോഴത്തേക്കും ജനങ്ങൾ കൂടി. ഈ ശബ്ദം കേൾക്കുമ്പോൾ നമ്മളാണെങ്കിലും ആരവാരത്തിന് പിന്നാലെ കൂടാൻ തയ്യാറാണ്. എല്ലാവരും ഓടിക്കൂടി. അദ്ദേഹം വിളിച്ചു ചോദിച്ചു, ഞാൻ ഇവിടെ നിന്ന് മറുവരയിലേക്ക് നടന്നു പോകാൻ കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ എല്ലാവരും ചിയേഴ്സ് വിളിച്ചു. എല്ലാവരും എന്ത് ചെയ്തു? ഭയങ്കര റൗണ്ട് ഓഫ് അപ്ലോസ് കൊടുത്തു. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഇപ്പുറത്ത് നിന്ന് അപ്പുറത്തേക്ക് നടക്കാൻ പോകുക. അദ്ദേഹം തൻ്റെ കുഞ്ഞുമെടുത്ത് തൻ്റെ കുഞ്ഞിന്, അപ്പോൾ അമ്മമാരൊക്കെ വളരെ ആകാംക്ഷയോടുകൂടെ എന്ത് സംഭവിക്കും എന്നുള്ള വളരെ ഹൃദയവിടിപ്പോടുകൂടെ നോക്കി നിൽക്കുക. ഇദ്ദേഹം അപ്പുറത്ത് കടന്നു. ജനക്കൂട്ടത്തിന് നടുവിൽ ചെന്ന് ചോദിച്ചു, ഇതെല്ലാം നിങ്ങൾ വിശ്വസിക്കുന്ന എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾ ഒരാളുടെ കുഞ്ഞിനെ എനിക്ക് തന്നിച്ച് ആ കുഞ്ഞിനെയും കൊണ്ട് ഇപ്പുറത്ത് നിന്ന് അപ്പുറത്തേക്ക് കടക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഒന്ന് കൈ ഉയർത്താമെന്ന് ചോദിച്ചു. ഒരൊറ്റ മനുഷ്യൻ അനങ്ങിയില്ല. ഇന്ന് നമ്മളെല്ലാം ദൈവത്തിന് ചിയേഴ്സ് വിളിക്കാൻ വളരെ തയ്യാറാണ്. മറ്റുള്ളവരുടെ കുഞ്ഞിനെയും കൊണ്ട് ദൈവത്തിന് അപ്പുറത്തേക്ക് കടക്കാൻ കഴിയുമെന്ന് നാം വിശ്വസിക്കുന്നു. അഹരോനെ കൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യാൻ കഴിയുമെന്ന് നാം വിശ്വസിക്കുന്നു. ദാനിയേലിനെ കൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മോശയെ കൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ സന്തോഷിനെ കൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യാൻ കഴിയുമോ? അത് വിശ്വസിക്കുവാൻ സാധിക്കുമോ? ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ചോദിക്കുന്നത്, നിന്നിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമെന്ന് വിശ്വസിക്കുവാൻ നിനക്ക് സാധിക്കുമോ? ദൈവത്തിന്റെ സകലവും സാധ്യമെന്ന് പറയുന്നത്, സാധ്യതകൾ കടന്നു വരുന്നത് വ്യക്തി ജീവിതത്തിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് അപ്പുറത്ത് നിന്ന് ആൾക്കൂട്ടത്തിന്റെ നടുവിൽ നിന്ന് ചിയേഴ്സ് വിളിക്കുന്ന ഒരു വ്യക്തിയായിട്ടല്ല ദൈവത്തിന്റെ ആത്മാവ് നമ്മെ കാണുന്നത്. വ്യക്തിപരമായ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നെന്ന് സംസാരിക്കുക. നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം നോക്കിക്കൊണ്ട് പറയുക, നിന്റെ ജീവിതത്തിൽ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല എന്ന് പറയുമ്പോൾ വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് പറയണോ, ഞാൻ പഠിച്ചു വെച്ച എന്റെ ബുദ്ധിമണ്ഡലത്തിലെ അറിവുകൾ കൊണ്ട് എനിക്ക് അത് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാൽ ദൈവത്തിന് ആ സാധ്യതകൾക്കപ്പുറത്തേക്ക് എന്നിലൂടെ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസമുള്ളവർ ദൈവത്തോട് പറയാം, കർത്താവേ, ഞാൻ അതിന് തയ്യാറാണ്. എന്നെ നീ ഉപയോഗിക്കുവാൻ തെരഞ്ഞെടുക്കുന്ന ഒരു പാത്രമായി എന്നെ നീ കണ്ടെങ്കിൽ ഞാനിതാ എന്നെ നിന്റെ കരങ്ങളിലേക്ക് വലിച്ചെറിയുകയാണ്. കർത്താവേ, നീ എന്നെ ഉപയോഗിക്കണമേ എന്ന് ദൈവത്തോട് പറയുക. ഒരു നിമിഷം പെട്ടെന്ന് എന്റെ മനസ്സിൽ ഓർമ്മ വന്ന അടുത്ത ഒരു ചിന്ത, ഒരു സർജൻ
തന്റെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് നടന്നു നീങ്ങുകയാണ്. നോക്കിയപ്പോൾ അനേകം ഗ്ലൗസുകൾ അവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. ഒരു ഗ്ലൗസ് താൻ തെരഞ്ഞെടുത്തു. തന്റെ ഓപ്പറേഷൻ നിശ്ചയിച്ച സമയത്തേക്ക് താൻ നടന്നു നീങ്ങുകയാണ്. നടന്നു ചെന്നു, വേഗം ചെന്ന് താൻ ഓപ്പറേറ്റ് ചെയ്യുന്ന വ്യക്തിയെ അടുത്തേക്ക് താൻ ആ ഗ്ലൗസ് ഇട്ടുകൊണ്ട് തന്റെ കൈകളിലേക്ക് വലിച്ചിട്ടുള്ള വിദഗ്ധനായ തന്റെ കൈകളിൽ ആ ഗ്ലൗസ് ഇട്ടുകൊണ്ട് താൻ തന്റെ ഓപ്പറേഷൻ ആരംഭിച്ചു. ഓപ്പറേഷൻ തീരുന്നതുവരെയും രോഗി അടക്കുന്നു. നേഴ്സുമാരെല്ലാം ചുറ്റും നിൽക്കുന്നുണ്ട്, മറ്റുള്ള അസിസ്റ്റൻസ് കൂടെയുണ്ട്. എല്ലാവരും കൂടെ നിൽക്കുമ്പോൾ ഈ ഗ്ലൗസ് ഇട്ടുകൊണ്ട് ഇദ്ദേഹം ഇവിടെ തന്റെ ഓപ്പറേഷൻ നിർവഹിച്ചു. ഓപ്പറേഷൻ നിർവഹിച്ചു കഴിഞ്ഞ് വീണ്ടും താൻ കൈകളൊക്കെ ക്ലീൻ ചെയ്ത് ആ ഗ്ലൗസ് വീണ്ടും അവിടെ കൊണ്ട് തിരിച്ചിട്ടു. ഇന്ന് ഞാൻ ചോദിക്കുന്നത്, ആ ഗ്ലൗസ് നീയാണെന്ന് വിശ്വസിക്കാൻ ദൈവ പ്രകാരം സാധിക്കുമോ? മനസ്സിലായില്ല. നമ്മളാകുന്ന ഗ്ലൗസിൽ വിദഗ്ധനായ ദൈവത്തിന്റെ കരം പ്രവർത്തിച്ചാൽ, നമ്മളാകുന്ന ഗ്ലൗസിൽ നാം വെറും ഗ്ലൗസുകൾ മാത്രം, വെറും കയ്യറകൾ മാത്രം. നമ്മുടെ കൈകൾ, നാമാകുന്ന കയ്യറയിൽ ദൈവത്തിന്റെ കരം കയറിയാൽ, മോശയോട് ചോദിക്കുക, യെശയ്യാപ്രവാചകൻ ഇങ്ങനെയാണ് വിളിച്ചു പറയുന്നത്, ചെങ്കടലിന്റെ നടുവിലേക്ക് ചെന്ന് നിന്നു. അന്ന് വരെ മോശ കണ്ടിട്ടില്ല ഒരാളും അങ്ങനെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും മോശയുടെ ജീവിതത്തിൽ സ്വപ്നം പോലും കണ്ടിട്ടില്ല. മോശയോട് ദൈവം ചോദിച്ചു, നിന്റെ കയ്യിൽ എന്താ ഉള്ളത്? മോശ പറഞ്ഞു, എന്റെ കയ്യിൽ എന്താ? ഒരു വടിയുണ്ട്. ആ വടി എടുത്ത് കൊണ്ടുപോകാം. നമ്മുടെ കയ്യിലുള്ള എല്ലാ പരിമിതികളും നാം വിചാരിക്കും, കർത്താവിന് ആ പരിമിതി, അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആ സാധ്യതയില്ലായ്മ ദൈവം നോക്കി വെച്ചിട്ട് അതിനകത്ത് ആ സാധ്യത ഇല്ലാത്തതിനെ കൊണ്ട് ദൈവം പണിയിക്കാൻ പോകുക. നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ദൈവം ചോദിക്കുക, 10ാം ക്ലാസ്സാണോ, 5ാം ക്ലാസ്സാണോ, 3ാം ക്ലാസ്സാണോ? എത്രയോ ആള് ദൈവദാസന്മാർ, ദൈവം ഉപയോഗിച്ചവർ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ഒന്നും പഠിക്കാത്തവർ എത്രയോ പേർ ദൈവകരങ്ങളിൽ ഉപയോഗപ്പെട്ടവർ, ക്രൈസ്തവ കരകളിൽ തന്നെ നമുക്ക് മുമ്പായി എത്രയോ പേർ ദൈവം നമ്മുടെ മുമ്പിൽ നടന്നുപോയി. ആ സമയത്ത് ദൈവം നിന്ന് നമ്മെ വിളിക്കുമ്പോൾ നമ്മൾ പറയാം, മോശയെ പോലെ പറയാം, ഞാൻ പഠിച്ചതാണുള്ളവനും വീക്കനുമാകുന്നു. നമ്മുടെ അസാധ്യതകൾ. എന്നാൽ മോശയോട് ദൈവം പറഞ്ഞു, നിന്റെ വീക്കുണ്ടോ, നിനക്ക് തടിച്ചതാവുണ്ടോ എന്നല്ല, നിന്റെ കയ്യിൽ എന്താ ഉള്ളേ? ആ വഴിയെടുത്തേച്ച് പറഞ്ഞ ആ അസാധ്യത കൊണ്ട് നീങ്ങുക. എന്ത് ചെയ്യുക? യഹോവയുടെ കൈ, വലം കൈ, മോശയുടെ വലം കൈയിൽ കൂടെ പ്രവർത്തിച്ചെന്ന് പറയുന്നത് ആ ഗ്ലൗസിന്റെ അതേ വാർത്ത. കാരണം നാം വെറും ഗ്ലൗസ് മാത്രം. നമ്മുടെ കൈകളിലൂടെ, നമ്മുടെ നാവിലൂടെ, നമ്മുടെ കണ്ണിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ നാം ഏൽപ്പിക്കുമ്പോൾ മറിയെ പോലെ നമുക്ക് പറയാൻ കഴിയും, ഇതാ ഞാൻ കർത്താവിന്റെ ദാസൻ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ. വിശ്വസിക്കാമോ? കർത്താവ് ഇന്ന് എന്നിലൂടെ പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കാമോ? അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് വിശ്വസിക്കാനായിട്ട്. കർത്താവ് എത്രയോ കാര്യങ്ങൾ നമ്മിലൂടെ, നാം നടക്കില്ല എന്ന് വിചാരിച്ച എത്രയോ കാര്യങ്ങൾ ദൈവം നമ്മിലൂടെ ചെയ്തു കഴിഞ്ഞു. ചിലപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ചില വ്യക്തികളിലൂടെ സ്ക്രീൻ ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നാം ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന ചില ഭാഗങ്ങൾ ദൈവാത്മാവ് കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെയുള്ള ദൈവത്തോട് സ്തുതിച്ചുകൊണ്ടിരിക്കുന്നുള്ള, നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കുക. ദൈവം നിങ്ങളോട് പറയുന്ന വാക്കുകൾക്ക് നിങ്ങൾ ചെവി കൊടുക്കുക. ദൈവത്തോട് നിങ്ങൾ പ്രതികരിക്കുക. ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചു നോക്കുക. ആ സമയത്ത് ഗ്ലൗസിൽ സർജൻ കൈകൾ ഇടുന്നത് പോലെ നമുക്കൊരിക്കലും പ്രതീക്ഷയില്ല എന്നിലൂടെ അങ്ങനെ സംഭവിക്കുമെന്ന്. ഞാൻ പലപ്പോഴും എന്നെ തന്നെ നോക്കിയിട്ട് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചത് സാധാരണ ഗവൺമെന്റ് സ്കൂളിൽ. വിശ്വസിക്കാമോ? ഞാനത് ആരെടുത്തും പറയാറില്ല. പക്ഷെ ഇന്ന് ദൈവാത്മാവ് ഈ ദൂതിനോട് ബന്ധപ്പെട്ട് പറയുന്നതുകൊണ്ട് ഞാൻ പറയുക, സാധാരണ ഗവൺമെന്റ് സ്കൂളിൽ 3rd ക്ലാസ്സുകാരനായി പഠിച്ചു വന്ന ആളല്ലേ 10ാം ക്ലാസ്. ഇന്ന് ഞാൻ പഠിപ്പിക്കുന്നത് 58 രാജ്യക്കാരെ 5 ദിവസം ഇംഗ്ലീഷിൽ നിന്നുകൊണ്ട് പൂർണ്ണമായി പറയാം. ഇന്നും എന്നോട് ചോദിച്ചാൽ ഒരു സെന്റൻസ് തെറ്റുകൂടാതെ, തെറ്റുകൂടാതെ പറയാനായിട്ട് എനിക്കറിയില്ല. പക്ഷെ എന്റെ മുമ്പിൽ വന്നിരുന്ന ക്ലാസ്സിൽ ഞാൻ സൈൻ ചെയ്ത് കൊടുത്താൽ വേണം അവർക്ക് പ്രൊമോഷൻ കിട്ടണം. വിശ്വസിക്കാമോ? ദൈവത്തിന് സാധിക്കുമെന്ന് വിശ്വസിക്കാമോ? അതിനു വേണ്ടിയല്ല ദൈവം എന്നെ വിളിച്ചിട്ടുള്ളത്. അതെനിക്ക് പൂർണ്ണമായിട്ട് അറിയാം. എന്നെ അവിടെ കൊണ്ടാക്കിയിരിക്കുന്ന അനേക ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി അത് ദൈവം എന്നിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടി ദൈവം ജോലി എന്നെ തന്നവിടെ കൊണ്ടാക്കിയിരിക്കുക. അത്രേ ഉള്ളൂ. ഈ ജോലിയിൽ പ്രത്യേകതയൊന്നുമില്ല. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഉപയോഗിക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം, നമ്മുടെ പരിമിതികൾക്ക് അനുസരിച്ചുകൊണ്ടല്ല. മറിയയ്ക്ക് അന്ന് വരെ തന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം നടന്നത് കേട്ടിട്ടില്ല. അതിനുശേഷവും കേട്ടിട്ടില്ല. ഇത് വിശ്വാസത്തിനു വേണ്ടി ദൂതൻ ഒരു വാക്ക് കൂടെ പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? നമ്മൾ വായിച്ച ഭാഗത്ത് തന്നെ പറയുന്നുണ്ട്, പലപ്പോഴും ചിലപ്പോൾ നമ്മൾക്ക് വിശ്വസിക്കാൻ കഴിയാതെ വരുമ്പോൾ
നമ്മുടെ കൂട്ടുകാരിൽ ചെയ്ത അത്ഭുതങ്ങൾ